ഹായ് ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി കൊച്ചിക്ക് പോവാ. സാധാരണ വണ്ടികളെല്ലാം ബാംഗ്ലൂർക്കാണ് നമ്മൾ ഇറക്കാറ്. ഇതിപ്പോ നമ്മൾ ഡൽഹി എടുത്തൊരു വണ്ടിയാണ്. ഞാൻ 3 വർഷമായിട്ട് ബാംഗ്ലൂർ ഉള്ളതുകൊണ്ട് എല്ലാ വണ്ടികളും ഞാൻ അവിടെ ഇറക്കി ഓടിച്ചുകൊണ്ടാണ് നാട്ടിലോട്ട് വരാറ്. ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും കൊച്ചിയിലോട്ട് ഇറക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലോട്ട് പോകുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു ടോർക്ക് ലിൽസ്. നമ്മുടെ സെക്കൻഡ് വീഡിയോ ആയിരിക്കും ഇത്. സോ ബാക്കി നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മൾ വണ്ടി ചേച്ചിയുടെ വീട്ടിൽ ഇട്ടിട്ട് നമുക്ക് ബസ്സിന് കയറി പോകാൻ കഴിയും. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എൻ്റെ ചേച്ചി അവിടെ ഉണ്ട്. അവളെയും കൂടെ കൂട്ടി കൊച്ചിയിലോട്ട് പോയി വണ്ടി കളക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ എല്ലാം ഒരു ഷോർട്ട് വീഡിയോ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ പേജിൻ്റെ പേര് ദ ക്ലച്ച് ബ്രേക്കർ എന്നാണ്. പിന്നെ ഗിയറക്സ് ഓട്ടോമോട്ടീവ് എന്ന രീതിയിൽ നമ്മുടെ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഉണ്ട് നമുക്ക്. സോ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അതിനകത്തും യൂട്യൂബിലുമായിട്ട് ഡെയിലി ഇടാൻ ശ്രമിക്കാം. നമ്മളിപ്പോ ചേച്ചിയുടെ വീട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് എറണാകുളത്തോട്ട് പോവാൻ. ബ്ലോഗാ ഹായ് പറഞ്ഞു. വണ്ടി വിട്ടിട്ട് നമ്മൾ സ്കൂട്ടറിന് ജംഗ്ഷനിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് കയറും. ഓക്കെ. നമ്മുടെ ഭായി നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയി കൊണ്ടുപോകണം ഗൈസ്. നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തിട്ടുണ്ട്. ബാക്കി നോക്കട്ടെ. പെട്രോൾ അടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടിട്ടൊന്ന് ഫുള്ള് സർവീസ് ചെയ്യണം. ഫുള്ള് ചെളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. സർവീസ് ചെയ്യണം. ഒരു പെട്രോൾ അല്ല, ഡീസൽ. വണ്ടി കിട്ടി ഗൈസ്. ഒരു 1-2 പരിപാടികൾ ബാക്കിയുണ്ട്. ചെറിയ വണ്ടി ആദ്യം ഫുള്ളൊന്ന് വൃത്തിയാക്കണം. ഫുൾ പൊടിയാണ്. ഫുള്ള് റെഡിയാക്കണം. ഉച്ചയായി, 1 മണിയായി. ഇപ്പം എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം അല്ലേ? എന്താ കഴിക്കാം? മന്തി കഴിച്ചാലോ? നമ്മൾ നേരെ സൂഫിലോട്ട് കഴിച്ചു. സൂഫിൽ പോയി മന്തി കഴിക്കണം. ഇതിൻ്റെ വീട്ടിൽ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും UP നിന്ന് ഓടി വന്നൊരു വണ്ടിയാന്ന് പറയാം. അതുപോലെ പൊടിയും ചെളിയാണ്. ഇവിടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ കോട്ടത്തോട്ട് പോകുന്നു. വണ്ടിക്കകത്ത് ഭയങ്കര പൊടിയായതുകൊണ്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. AC പോലും ഇടാൻ പറ്റാത്ത അത്ര പൊടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് വാശിയായിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് വണ്ടിയുടെ പ്രോപ്പർ കളറും അവരിതെല്ലാം തിരിച്ചു കിട്ടിയത്. അതാ വൃത്തി. വണ്ടി വാഷ് ചെയ്തപ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ?
ഇതാണ് ഈ നോർത്തിലുള്ള ആൾക്കാരുടെ കുഴപ്പം. ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും വണ്ടി ക്ലീൻ ചെയ്യും. എടുത്തപ്പോൾ ഏതായിരുന്നു ലുക്ക്, എടുത്തത് ക്ലീൻ ചെയ്തപ്പോൾ ഏതായാലും ഫൈനലി 2 മണിക്കൂറിന് ശേഷം വണ്ടി കിട്ടി. അതെ, 2.5 മണിക്കൂറിന് ശേഷം. എന്തായാലും കയറ്റി വിട്ട കണ്ടീഷനല്ല വണ്ടി ഉള്ളത്. വൃത്തിയായെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരാഴ്ച കൂടിയൊക്കെ കുളിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മളല്ല, ഒരാഴ്ച കൂടി കുളിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സുഖം. അതുപോലെ ഉണ്ടോ വണ്ടി. ഫൈനലി വീടെത്താനായി. കുറച്ച് ദൂരങ്ങളുള്ളൂ. ഇനി ഈ വണ്ടി വിട്ടിട്ട് വേണം നമ്മുടെ ഫോർച്യൂണർ എടുത്തുകൊണ്ട് പോകാൻ. മടുത്ത് പോയി. എന്തൊരു വെയിലാണ് നാട്ടിൽ. മൊത്തത്തിൽ വെയിലെ കൊണ്ട് ക്ഷീണിച്ചു വരും. മൊത്തത്തിൽ എന്ത് വെയിലാണ് നാട്ടിൽ. ഒരു മനുഷ്യനങ്ങ് ക്ഷീണിപ്പിച്ച്. ബസ്സിലൊക്കെ സ്കൂട്ടറിലും ബൈക്കിലും ബസ്സിലൊക്കെ പോകുന്നവർ സമ്മതിക്കണം. പക്ഷേ ഈ കാരണത്തിരുന്ന് പോകുന്നവർക്കൊന്നും അറിയത്തില്ല. ഇന്നൊരു ദിവസം ബസ്സൊക്കെ കയറിയപ്പോൾ മനസ്സിലായി ഒരു വിഷമം. ഫൈനലി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതേ കിടക്കുന്നു നമ്മുടെ ഫോർച്യൂണർ. ഇത് ഒതുക്കിയിടണം. ഇനി ഇതൊന്ന് ഇറക്കി വേണം അത് കയറ്റിയിടാൻ. എന്നാലേ നമുക്ക് ഇതുമായിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഫുഡ് പാഴ്സൽ മേടിക്കാൻ വേണ്ടി അന്നപൂർണ്ണ വന്നേക്കാണ്. ഇനി ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് വേണം പോയിട്ട് വല്ലതും കഴിക്കാൻ.